ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയാലോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളക് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് 1.5 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സവാള ചോപ്പറിലാണ് കട്ട് ചെയ്തത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഉള്ളി വേവാനായിട്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലകളൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുക്കായി വരാൻ വേണ്ടി നമുക്ക് ഒരു 5-10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചതാണ്. എന്നിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ചപ്പ് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, ഉപ്പ് ചേർത്ത് പുഴുങ്ങിയതാണ്. അത് ചൂടാറിയതിന് ശേഷം ഒന്ന് മാഷ് ചെയ്തിട്ട് നമ്മളിനി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെയും ചിക്കൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും കിഴങ്ങെത്തുന്ന രീതിയിൽ നന്നായിട്ടത് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം, പക്ഷേ ഗോതമ്പ് പൊടിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് മൈദക്കാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് കുഴക്കുന്നതാവും നല്ലത്. അങ്ങനെ കുഴക്കുമ്പോൾ പൊടിയിൽ വെള്ളം കൂടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി അതിന്മേൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ആ മാവിനെ 3 ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഉരുള പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത് നമുക്ക് പരത്തിയെടുക്കുമ്പോൾ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് നമുക്കൊന്ന് അതിൽ കാണുന്നത് പോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നാലേ എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. അതേപോലെ നമ്മൾ ഈ ഫില്ലിങ് വെക്കുമ്പോൾ നമ്മൾ ഈ പത്തിരിയുടെ തലഭാഗത്ത് ഈ അറ്റത്ത് ഫില്ലിങ് വരാൻ പാടില്ല. ഇതിൽ കാണുന്ന പോലെയാണ് വരേണ്ടത്. ഇനി നമുക്കത് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യരുത്, പതിയെ ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ റോൾ ചെയ്ത് ലാസ്റ്റ് നമ്മളവിടെ ഒട്ടി നിൽക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തടവിയതിന് ശേഷം റോൾ ചെയ്തെടുക്കാം. അങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി 2 സൈഡും നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. അങ്ങനെ 2 സൈഡും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് അല്പം വീതിയിൽ, കുറച്ച് വീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്പീഡിൽ കട്ട് ചെയ്യരുത്, പതിയെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. കുറച്ച് വീതിയും വേണം കട്ട് ചെയ്യുമ്പോൾ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫില്ലിങ് പുറത്ത് പോവാതെ നോക്കണം അതുകൊണ്ടാണ് പതിയെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അതൊന്ന് കട്ട് ചെയ്തൊന്ന് ഒന്നെടുത്തതിന് ശേഷം
പതിയതാ അങ്ങനെ റൗണ്ട് ഷേപ്പാക്കുക. ഒരു വീൽ മോഡലാകും കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഞാൻ മുഴുവനും ഇതാ അതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ പരത്തി ഫില്ലിങ് വെച്ച് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാണിക്കുമ്പോൾ ഒന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് മുന്നേ ഒരു ബാറ്റർ ഉണ്ടാക്കാനുണ്ട്. ഇത് മൈദപ്പൊടിയിൽ അല്പം കുരുമുളക് പൊടി ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കത് ആദ്യം ഒന്ന് ബാറ്ററിൽ മുക്കിയെടുക്കാം. നമ്മുടെ ഈ ബാറ്റർ അധികം കട്ടിയുള്ളതും എന്നാൽ അധികം ലൂസായിട്ടുള്ളതുമല്ല. നമ്മുടെ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഫില്ലിങ് എണ്ണയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബാറ്ററിൽ മുക്കുന്നത്. അപ്പോൾ നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ബാറ്ററിൽ മുക്കുക, എന്നിട്ട് ഓരോന്നായിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ബാറ്റർ മൈദപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവർ എടുക്കാം കേട്ടോ. ഞാനിവിടെ മൈദപ്പൊടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.